ഹലോ ഗൈസ്, അപ്പോൾ റിയൽമി ബ്രോ അവരുടെ പി സീരീസ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഈ പി സീരീസിൽ രണ്ട് ഫോൺസാണ് വരുന്നത്, റിയൽമി P1 ആൻഡ് റിയൽമി P1 Pro. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പി സീരീസിൻ്റെ ഒപ്പീനിയൻ വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലത്തെ ടെക് വീഡിയോസിൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മുടെ താരമായ റിയൽമി P1 പറ്റി പറയാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേന് വരുന്നത് 120 Hz ആണ്, 1200 നിറ്റ്സ് ആണ്, അത്രയൊക്കെ തന്നെ. ഇനി പ്രോസസ്സറിലേക്ക് വരുമ്പോൾ മീഡിയാടെക് ഡെമൻസിറ്റി 7050 ആണ് വരുന്നത്. ക്യാമറയിലോട്ട് വരുമ്പം എല്ലാ ഫോൺസും ചെയ്യുമ്പോൾ തന്നെ 50 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ, ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 16 മെഗാ പിക്സലാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ്, 45 വാട്ട്സിൻ്റെ ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി എക്സ്ട്രയിലേക്ക് വരുമ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് Android 14, IP54, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, UFS 3.1, LPDDR4X ഒക്കെയാണ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് അതൊക്കെയാണ്. അപ്പോൾ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ 6GB RAM പ്ലസ് 128GB ROM വേരിയൻറ്റിന് 15999 രൂപയാണ്. പിന്നെ 8GB RAM പ്ലസ് 256GB ROM വേരിയൻറ്റിന് 18999 ഈ റിയൽമി പി സീരീസിൽ തന്നെ ഈ ഒരു P1 ആണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതായിട്ട് തോന്നുന്നത്. കാരണം ബെസ്റ്റ് പ്രൈസിങ്ങിലാണ് ഇവർ ഈ ഒരു സ്മാർട്ട് ഫോൺ കൊണ്ടുവന്നിരിക്കുന്നത്. ഡെമൻസിറ്റി 7050 ഈ ഒരു പ്രൈസിൽ കൊണ്ടുവരുന്നതും ഒരു നല്ല കാര്യമാണ്. റിയൽമിയെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ റിയൽമി നാർസോ 70 Pro അതിൻ്റെയൊക്കെ ഏകദേശം ഒരു സ്പെസിഫിക്കേഷൻ ഒരു റിയൽമി P1 കാണാൻ കിട്ടുന്നത്. പക്ഷേ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു ബെസ്റ്റ് പ്രൈസിങ് തന്നെയാണ് നമ്മുടെ റിയൽമി ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ P1 കേട്ടോ, നാർസോ 70 Pro P1. അപ്പോൾ അതൊക്കെയാണ് റിയൽമി P1 പറ്റി പറയാനുള്ളത്. ഇനി നമ്മുടെ അടുത്ത സ്മാർട്ട് ഫോണായ റിയൽമി P1 Proയിലേക്ക് വരുമ്പോൾ ഡിസ്പ്ലേ വന്നിട്ട് 6.7 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ ആണ്, 120 Hz റിഫ്രഷ് റേറ്റ് ആണ്, 800 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 1 നമ്മുടെ മീഡിയാടെക് ഡെമൻസിറ്റി 7050 ഈ ഒരു സ്നാപ്ഡ്രാഗൺ 6 Gen 1 ഏകദേശമൊക്കെ ഒരേപോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ ക്യാമറ വന്നിട്ട് 50 മെഗാ പിക്സലാണ്, OISൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ 8 മെഗാ പിക്സൽ, പിന്നെ 16 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ. ബാറ്ററി വന്നിട്ട് 5000 mAh ആണ്, 45 വാട്ടിൻ്റെ ചാർജിങ് ആണ്. നെക്സ്റ്റിലോട്ട് വരുമ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് Android 14, ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR4X, UFS 3.1. ഇനി പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ 8GB RAM പ്ലസ് 128GB ROM വേരിയൻറ്റിന് 21999 രൂപയാണ്. 8GB RAM പ്ലസ് 256GB ROM വേരിയൻറ്റിന് 22999 രൂപയാണ്. പിന്നെ ചിപ്സെറ്റ് ചോദിക്കുകയാണെങ്കിൽ 2-2 വെച്ചേക്കണമെങ്കിലും ഒരേ സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിയൽമി P1 Pro എടുക്കണോ എന്നുള്ളൊരു ഡൗട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സ്മാർട്ട് ഫോൺസും നോക്കാം. നമ്മുടെ IQ Z9 മീഡിയാടെക് ഡെമൻസിറ്റി 7200 ഒക്കെ വെച്ചിട്ട് വരുന്ന ഫോണാണ്, അതൊരു നല്ല ചോയ്സാണ്. P1 Pro എടുക്കാം, പക്ഷേ P1 ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് സ്മാർട്ട് ഫോണായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റിയൽമി പി സീരീസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.